10-12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ഭരിക്കാൻ പഠിപ്പിക്കാൻ നടക്കുകയാണ് ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ലാത്ത സോഷ്യൽ മീഡിയ എക്സ്പേർട്സ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്ന കൗതുകകരമായ ഒരു കാഴ്ചയാണത്. ലോകത്തെ 30-ലധികം രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുള്ള ലോകത്തെ ഏറ്റവും കരുത്തരായിട്ടുള്ള ഭരണാധികാരികളിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒരാൾ എന്നറിയപ്പെടുന്ന ഏറ്റവും പവർഫുൾ ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നയതന്ത്രം പഠിപ്പിക്കാനും ഭരിക്കാൻ പഠിപ്പിക്കാനും ഒക്കെ ഇന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ്. നിങ്ങളിൽ പലരും അത് കാണുമെന്ന് ഞാനും വിചാരിക്കുന്നു. ഇപ്പോഴും നരേന്ദ്രമോദിയെ ചായക്കടക്കാരനെന്ന് വിളിച്ചും വിദ്യാഭ്യാസമില്ലാത്തവനെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നവൻ ഈ ലോകത്ത് ഒരു ഈച്ചക്കുഞ്ഞിന് പോലും അറിയാത്തവനായിരിക്കുമെന്നും അവരൊക്കെ വെറും സോഷ്യൽ മീഡിയ പോരാളികൾ മാത്രമാണെന്നും എന്നാൽ നിങ്ങൾ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്ന നരേന്ദ്രമോദി 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഭരണാധികാരിയാണ്. ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഗോളതലത്തിൽ ഇത്രയേറെ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് പോലും. ഇന്ദിരാഗാന്ധി പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നുവെങ്കിലും ഇന്ദിരാഗാന്ധിയെ വെസ്റ്റേൺ വേൾഡ് ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്. എന്ന് വെച്ചാൽ കിം ജോങ് ഉന്നിനെയൊക്കെ കണ്ടതുപോലെ. കാരണം ഒരു ശത്രുവായിട്ടാണ് കണ്ടത്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കരുത്തയായ സ്ത്രീയാണെന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങളും ഒരു ശത്രുവായിട്ടാണ് കണ്ടത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിനെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഗ്ലോബൽ ലീഡറാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഷി ജിൻപിങ്ങിന് പോലും ഇല്ലാത്ത പ്രതിച്ഛായയും ആഗോള സ്വാധീനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. കഴിഞ്ഞ ദിവസം US-ലെ തന്നെ 2 എക്സ്പേർട്സ് നടത്തിയ ചർച്ചയിൽ പറഞ്ഞത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാമത് നരേന്ദ്രമോദിയാണ് എന്നാണ്. അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തില്. അതായത് ഇന്നലെയും ഇന്നുമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ മാത്രം നോക്കുക. ഇറാന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നേരത്തെ ഇന്ത്യയുടെ മേൽ റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ചെലുത്തിയ അമേരിക്ക ഇന്ന് ഇന്ത്യയുടെ മുന്നിൽ അപേക്ഷിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് വേണ്ടി, ബെഗ് ചെയ്യുകയാണെന്നാണ് ഇറാൻ പറഞ്ഞത്. മാത്രമല്ല ഇറാൻ പറയുന്നത് ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകും യാതൊരു തടസ്സവുമില്ലാതെ. എങ്ങനെയാണ് ഇറാൻ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഇറാൻ എന്തെങ്കിലും ഒരു ഫേവർ ഇന്ത്യക്ക് വെറുതെ അങ്ങ് ചെയ്തു തരുന്നതാണോ? ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലവിലെ ഭരണകൂടത്തിന്റെയും ഇച്ഛാശക്തിയും അവരുടെ നയതന്ത്ര മികവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് സന്ദർശനം നടത്താൻ ഭയപ്പെട്ടിരുന്നു. കാരണം ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഇറാനും ഒക്കെ ഇന്ത്യയോട് പിണങ്ങുമോ എന്നുള്ള ഭയമായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക്. കാരണം ഇസ്രായേലുമായിട്ട് സഹകരിക്കുമ്പോൾ തന്നെ പല സഹായങ്ങളും ഇസ്രായേലിൽ നിന്ന് പലപ്പോഴും സ്വീകരിച്ചപ്പോൾ തന്നെ ഇസ്രായേലുമായിട്ട് തുറന്ന ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ ഭയപ്പെട്ടു എല്ലാ കാലവും. എന്നാൽ നരേന്ദ്രമോദി വന്നിട്ട് അങ്ങനത്തെ യാതൊരു ഭയവും കാണിച്ചില്ലെന്ന് മാത്രമല്ല, മോദി ഒരേ സമയം ഇസ്രായേലുമായിട്ടും UAE-യുമായിട്ടും സൗദിയുമായിട്ടും ഖത്തറുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ മികച്ച ബന്ധം കെട്ടിപ്പൊക്കുകയാണ് ഉണ്ടായത്. ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ പരമോന്നത ബഹുമതി കൊടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ ഒരു കോൺഗ്രസ് നേതാവിനും കിട്ടാത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദി കിട്ടിയത്. പലപ്പോഴും നരേന്ദ്രമോദിക്ക് ആഗോളതലത്തിൽ കിട്ടുന്ന അംഗീകാരവും സ്വീകരണവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊട്ടക്കിണറ്റിലെ ഫ്രോഗുകളും കോക്കനട്ടുകളും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് കിട്ടുന്നതാണെന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് എത്തിയ ആദ്യത്തെ ആളൊന്നുമല്ല നരേന്ദ്രമോദി എന്നത് സമ്മതിക്കുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് 30-ലധികം രാജ്യങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലെ മറ്റേത് പ്രധാനമന്ത്രിമാർക്കാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയതിന്റെ പകുതിയെങ്കിലും ഇത്തരം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത്? പകുതി. 30 നരേന്ദ്രമോദിക്ക് കിട്ടി. മോദിയേക്കാൾ കൂടുതൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ പരമോന്നത ബഹുമതി കിട്ടിയിട്ടുള്ള ആൾ മോദിയാണ്. ഇന്ത്യയിലെ മറ്റേത് പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് കിട്ടിയ ലോകരാഷ്ട്രങ്ങളുടെ ബഹുമതികളിൽ അതിന്റെ പകുതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും നേതാവിനും? രാജീവ് ഗാന്ധിക്ക്, മൻമോഹൻ സിംഗിന്? ഇവരുമൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? ഇതേ രാജ്യത്തിന്റെ തന്നെ നരേന്ദ്രമോദി ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുന്ന ആളുകളല്ലേ? എന്തുകൊണ്ടായിരിക്കാം ലോകരാജ്യങ്ങൾ അവർക്കൊന്നും ഈ ബഹുമതി കൊടുക്കാതിരുന്നത്? നേരത്തെയും ഈ രാജ്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ബഹുമതി ഉണ്ടായിരുന്നല്ലോ. മൻമോഹൻ സിംഗ് പലരും പറയുന്നത് വിദ്യാസമ്പന്നനാണ്, അദ്ദേഹം വളരെയധികം ശക്തനായിട്ടുള്ള ആളായിരുന്നു, ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. ആ മനുഷ്യൻ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ അവരുടെ ബഹുമതികൾ കൊടുത്ത് എപ്പോഴാണ് ഒരാൾക്ക് ബഹുമതി കൊടുക്കുന്നത് അതിന് ആ വ്യക്തി അർഹനാണ് എന്ന് തോന്നുമ്പോഴാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി തന്നെ കൊടുക്കണം,
അത് കൊടുക്കാനുള്ള അർഹതയുള്ള ഒരാളാണ് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നത് എന്ന് ആ രാജ്യത്തെ ഭരണകൂടത്തിന് തോന്നുമ്പോഴാണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ സൗദി ആയാലും UAE ആയാലും ഖത്തർ ആയാലും ഏത് രാജ്യമാണെങ്കിലും ഇപ്പൊ അവരുടെ രാജ്യത്തേക്ക് ആ ഒരു വ്യക്തി എത്തുമ്പോൾ അവർക്ക് തോന്നിയാലാണല്ലോ കൊടുക്കുന്നത്. ഇതിനു മുൻപ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ എത്തുമ്പോൾ തോന്നാത്തതും ഇപ്പോൾ നരേന്ദ്രമോദി എത്തുമ്പോൾ മാത്രം തോന്നുന്നതുമായ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മോദി ആരെന്ന് മനസ്സിലാവണം. നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്, അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹം മറ്റ് രാജ്യങ്ങളുമായി പുലർത്തുന്ന ബന്ധം, നയതന്ത്ര തലത്തിലുള്ള ഇന്ത്യയുടെ ഇന്നത്തെ സ്വാധീനം, ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ സ്വാധീനം. ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ ഇന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന പലരും 10 വർഷം മുമ്പ് ഇന്ത്യയുടെ പരിമിതികളെ കുറിച്ച് സംസാരിച്ച് ദുഃഖിച്ചവരാണ്. ഇന്ന് പലരും പലതും മറന്നുപോയിരിക്കുകയാണ്. 2014 മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ എവിടെ നിന്ന് എവിടെ എത്തി എന്നുള്ളത്. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല. കൃത്യമായിട്ടുള്ള പദ്ധതികളും പ്ലാനിങ്ങുകളും ഒക്കെ അതിന്റെ മുന്നിലുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് ഇറാൻ ഭരണകൂടം യുദ്ധം നടക്കുന്ന സമയത്ത് തുറന്നു പറയാണ് ഞങ്ങളുടെ സുഹൃത്താണ് ഇന്ത്യ എന്ന്. ഇസ്രായേൽ ഇന്ത്യയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഞങ്ങളുടെ സുഹൃത്താണെന്നാണ്, ഞങ്ങളുടെ സഹോദര രാജ്യമാണെന്നാണ്. പ്രധാനമന്ത്രി എന്റെ സഹോദര തുല്യനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് ഇതിനു മുമ്പ് ഇസ്രായേൽ ഭരണാധികാരി നേരിട്ട് വന്ന് വിമാനത്താവളത്തിൽ സ്വീകരിച്ച ഒരു അനുഭവം ഉണ്ടോ? സോറി, മോദിക്ക് മുന്നേ ആരും പോയിട്ടില്ലല്ലോ, പേടിയായിരുന്നല്ലോ. അപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അദ്ദേഹത്തെ വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തുന്ന അതിഥി ആ ഒരു സ്വീകരണം അർഹിക്കുന്ന ആളാണെന്ന് തോന്നുമ്പോഴാണല്ലോ അത് ചെയ്യുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടരായിട്ടുള്ള ചില വ്യക്തികൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ വിമാനത്താവളങ്ങളിൽ പോയി സ്വീകരിക്കാറുണ്ട്. അത് ചിലപ്പോൾ UAE പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കാം, ചിലപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വന്നാൽ പോകാം, ചിലപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇനി വന്നാലും മോദി പോയി സ്വീകരിക്കാം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് മാത്രമായിട്ട് അദ്ദേഹം ഒരു യാത്ര നടത്തുകയാണെങ്കിൽ മോദി പോയി സ്വീകരിക്കാം. കാരണം ഇന്ത്യക്ക് പ്രിയപ്പെട്ടവർ വരുമ്പോഴാണ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത്രയും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ട് പോയി സ്വീകരിക്കുന്നത്. ചൈന ഇപ്പൊ ഇറാനെ സഹായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ചൈനയ്ക്ക് അമേരിക്കയുമായി ശത്രുതയുണ്ട്, ഇസ്രായേലുമായിട്ട് ശത്രുതയുണ്ട്. റഷ്യ ഇറാനെ സഹായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. റഷ്യയ്ക്കും അമേരിക്കയുമായിട്ടും അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടും ഒക്കെ അഭിപ്രായ ഭിന്നതകളും ശത്രുതയും ഒക്കെ ഉണ്ട്. തങ്ങളെ സഹായിക്കുന്ന ചൈനയോടും റഷ്യയോടും ഇറാനെ തിരിച്ച് കടപ്പാടോ സൗഹൃദമോ സ്നേഹമോ ഒക്കെ തോന്നുന്നതും മനസ്സിലാക്കാം. പക്ഷെ ഇറാൻ എങ്ങനെയാണ് ഇന്ത്യയോട് സൗഹൃദം തോന്നുന്നത്? ഇറാൻ എങ്ങനെയാണ് ഇന്ത്യയോട് സ്നേഹം തോന്നുന്നത്? ഇന്ത്യൻ കപ്പലുകൾ കടന്നു പോയിക്കൊള്ളട്ടെ എന്ന് ഇറാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? കാരണം ഇന്ത്യ ഇസ്രായേലിന്റെ സുഹൃത്താണല്ലോ. ഇന്ത്യ ഇസ്രായേലുമായി സൗഹൃദമുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഇസ്രായേലും അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം ചൈനയ്ക്ക് ഒരു കാരണവശാലും ഇസ്രായേലിനോടില്ല. അപ്പോൾ ചൈനയോട് ഇറാൻ കാണിക്കുന്ന സ്നേഹം ചൈന ഇറാന്റെ പക്ഷത്തായതുകൊണ്ടാണ്, ഇപ്പൊ റഷ്യ ഇറാന്റെ പക്ഷത്തായതുകൊണ്ടാണ്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ നിഷ്പക്ഷ രാജ്യമാണ്. ഇന്ത്യക്ക് ഇറാനുമായിട്ടും അതേസമയത്ത് ഇസ്രായേലുമായിട്ടും ഒരുപോലെ സൗഹൃദമുണ്ട്. അങ്ങനെ ഒരേ ഒരു രാജ്യമേ ഈ ലോകത്തുള്ളൂ, അത് ഇന്ത്യയാണ്. അപ്പൊ ഇവിടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നയതന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മികവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ റിലേഷൻസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല വിഷയങ്ങളിലും ഇന്ത്യക്കും ഇറാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പല വിഷയങ്ങളിലും ഇന്ത്യക്കും ഇസ്രായേലിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം ഇപ്പൊ ഇസ്രായേൽ ഇറാന്റെ പല സിവിലിയൻ മേഖലകളിൽ നടത്തുന്ന ആക്രമണങ്ങളോട് ഇന്ത്യക്ക് യോജിപ്പൊന്നുമില്ല. സാധാരണക്കാർ മരണപ്പെടുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് യാതൊരു താല്പര്യമില്ല. ഇവിടെയാണ് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ വളരെയധികം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്തേക്കാണ് ആക്രമണം നടത്തുന്നത് ഈ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. പക്ഷെ ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത് തീവ്രവാദികൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് മാത്രമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. അന്ന് ഇന്ത്യ 10-12 സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തീവ്രവാദ ക്യാമ്പുകൾ ഇരിക്കുന്നതെല്ലാം ജനവാസ മേഖലകളിലാണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളുടെ മറവിലൊക്കെയാണ്. അവിടെ ആ തീവ്രവാദികൾ ഇരിക്കുന്ന സ്ഥലം മാത്രം ലക്ഷ്യമിട്ട് കൃത്യമായിട്ടൊരു ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിൽ സിവിലിയൻസിന് മരണം സംഭവിക്കുന്നതിനെ പരമാവധി ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും അത് കഴിയുന്നില്ല. ഇവരുടെ ആക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നുണ്ട്. ഇതിനോട് ഇന്ത്യക്ക് യോജിപ്പില്ല. ഇറാനിലെ സാധാരണ മനുഷ്യർ മരണപ്പെടുന്നതിനോട് ഇന്ത്യക്ക് ഒരു യോജിപ്പുമില്ല. അതുപോലെ ഇറാന്റെ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനോടും ഇന്ത്യക്ക് യോജിപ്പില്ല. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇവിടെ കുറെ ഫാൻ ബോയ്സ് ഉണ്ട്. അതായത് എന്തിനേയും ആരാധിക്കുന്ന കുറെ കൂട്ടര്. അതായത് അമേരിക്കയ്ക്ക് ജയ് വിളിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വെറും പൊട്ടറ്റോസ്. ഇവർ അമേരിക്കയ്ക്ക് ജയ് വിളിക്കും, കുറെ ആളുകൾ ഇസ്രായേലിന് ജയ് വിളിക്കും, കുറെ ആളുകൾ ഇറാന് ജയ് വിളിക്കും. എന്നാൽ ഇവരാരും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജോലിയല്ല മറ്റുള്ളവർക്ക് ജയ് വിളിക്കുക എന്നുള്ളത്. നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രധാനം. ഇവിടെ യുദ്ധം ചെയ്യുന്ന 2 രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന്റെ പക്ഷം പിടിക്കേണ്ട ഒരു കാര്യവും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. കാരണം ഇസ്രായേലുമായിട്ട് നമുക്ക് ശത്രുതയില്ല,
ഇറാനുമായിട്ടും ശത്രുതയില്ല. ഇസ്രായേലും പലസ്തീനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. ഇറാനും ഇസ്രായേലും തമ്മിൽ വിഷയങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ചെയ്യുന്ന പോലെ ഇന്ത്യയിലോട്ട് ഭീകരവാദികളെ ഇറാൻ റിക്രൂട്ട് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ സുഹൃത്താണ്. ഇറാൻ ഇസ്രായേലിനെതിരെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ കാര്യം, അത് അവര് നോക്കിക്കോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ തീവ്രവാദികളെ ഇന്ത്യയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന രാജ്യമല്ല ഇറാൻ, മറിച്ച് നമ്മളുമായിട്ട് സൗഹൃദമുള്ള രാജ്യമാണ്. നമ്മൾ എന്തിനാണ് ഇറാനെ എതിർക്കേണ്ട കാര്യം? ഇറാനോട് വിരോധം കാണിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ കാര്യവും. നമ്മൾ എന്തിനാണ് ഇസ്രായേലിനോട് വിരോധം കാണിക്കേണ്ട കാര്യം? ഇസ്രായേലും അറബ് രാജ്യങ്ങളും പലസ്തീനും ഒക്കെ തമ്മിൽ വിഷയമുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ എങ്ങനെയാണ്? നമുക്ക് പല സന്ദർഭങ്ങളിലും സഹായം ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. നമ്മളുമായിട്ട് നല്ല സൗഹൃദം തുടരുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ നമ്മൾ എന്തിനു ശത്രുതയാക്കണം? ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയ പോരാട്ടം നടത്തുന്ന പലർക്കും അറിയില്ല. നമ്മൾ ഈ വിഷയത്തെ ഇന്ത്യക്കാർ കാണേണ്ടത് ഇസ്രായേലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടോ ഇറാന്റെ പക്ഷത്ത് നിന്നുകൊണ്ടോ അമേരിക്കയുടെ പക്ഷത്ത് നിന്നുകൊണ്ടോ അല്ല, ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. നമുക്ക് അമേരിക്കയെ പോലും ശത്രുവാക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണ് പ്രധാനം, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതല്ലാതെ നമ്മൾ ഇവിടെ പക്ഷം പിടിക്കുന്നത് തോന്നുന്നത് ഈ ഇന്ത്യക്കാരായിട്ടുള്ള കുറെ ആളുകളുടെ ഒരു കുഴപ്പം ഇതാണ്. ഈ ഫാനിസം തലയ്ക്ക് പിടിച്ച ആൾക്കാരാണ്. ആരാധന എന്തിനോടും, അനാവശ്യമായിട്ടുള്ള ആരാധന, സിനിമാ നടന്മാരോട് ആരാധന, രാഷ്ട്രീയക്കാരോട് ആരാധന, അങ്ങനെ ആരാധന തോന്നേണ്ട കാര്യമൊന്നുമില്ല ഒരാളോടും. യൂട്യൂബർമാരോട് ആരാധന, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാർ, എല്ലാവരോടും ആരാധനയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇസ്രയേലിനെ ആരാധിക്കുന്ന കുറെ എണ്ണം, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള ആരാധനയുണ്ട്. ഇസ്രയേൽ ഒരു ജൂത രാഷ്ട്രമായതുകൊണ്ട് ഇവിടെയുള്ള കുറെ ആളുകൾക്ക് ഇസ്രയേലിനോട് ഭയങ്കര പ്രേമമാണ്. ഇസ്രയേൽ ഒരു ഇസ്ലാമിക വിരുദ്ധ ശക്തിയാണ് എന്ന് കരുതുന്നവരും ഇസ്ലാമിന് ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാർക്കും ഇസ്രയേലിനോട് ഭയങ്കര പ്രേമമാണ്. തിരിച്ചും അങ്ങനെയാണ്. ഇസ്രയേലിനെ ഇറാൻ എതിർക്കുന്നത് കൊണ്ടും അത് ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ടും കുറെ ആൾക്കാർക്ക് ഇറാനോട് ഭയങ്കര പ്രേമമാണ്. ഇവിടെയുള്ള കുറെ മനുഷ്യർക്ക് ഈ നമ്മുടെ അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് അമേരിക്കയോട് ഭയങ്കര ലവാണ്. അതുപോലെ തന്നെ ഇവിടെ പലരും പലസ്തീനെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ്? പലസ്തീൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇറാനെ സ്നേഹിക്കുന്ന പലരും ഇസ്ലാമിക രാജ്യമായതുകൊണ്ടാണ്. ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ, അത് ഏത് മതത്തിലും വിശ്വാസമില്ലാത്ത ആളോ ആരും ആയിക്കോട്ടെ, ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ പൗരൻ ഒരു രാജ്യത്തോടുള്ള നമ്മുടെ ഒരു നിലപാടെടുക്കേണ്ടത് ആ രാജ്യം നമ്മുടെ രാജ്യത്തോട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അല്ലാതെ ആ രാജ്യത്ത് ഏത് മതം ഭൂരിപക്ഷം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ രാജ്യം ഏത് മതക്കാരാണ് ഭരിക്കുന്നതെന്നോ ഒന്നും നോക്കിയിട്ടല്ല. ഏത് മതം ആയിക്കോട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൂതനോ എന്ത് പണ്ടാരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തിനോട് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നാളെ ചൈന നമുക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ചൈനയോട് നമ്മൾ ഒരു വിരോധവും കാണിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോ ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താണ്, ഇസ്രയേൽ നമ്മുടെ സുഹൃത്താണ്. അവർ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ന്യായാന്യായങ്ങൾ നമുക്ക് പറയാം, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. നമ്മൾ അവിടെ പോയിട്ട് പക്ഷം പിടിക്കേണ്ട കാര്യം നമുക്ക് എന്താണ്? ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് തന്നെ നോക്കിക്കോളൂ. നമ്മളിവിടെ ഇസ്രയേലിനെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇറാനെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മറിച്ച് നമ്മളിവിടെ പരമാവധി സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇസ്രയേലും ഇറാനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളാണ്. ഇന്ത്യ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അതാണ് മോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിന് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ പോളിസി ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രഥമ പരിഗണന. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്, ഇറാനുമായിട്ട് നടത്തിയിട്ടുണ്ട്. ഈവൻ ഇറാന്റെ പ്രസിഡന്റുമായിട്ട് വരെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. അതിനുള്ള യോഗ്യതയും കഴിവുമുള്ള ആൾക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. പലരും നരേന്ദ്രമോദി ചായക്കടക്കാരനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെറും ഒരു ചായക്കടക്കാരനായിരുന്ന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദാറ്റ് സോ കോൾഡ് മറ്റേ എഡ്യൂക്കേഷൻ ഇല്ലാത്ത എന്ന് നിങ്ങൾ പറയുന്ന ആ വ്യക്തി, ഇതെല്ലാമുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ വലിയ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ ഉള്ള ഈ രാജ്യത്ത് നിന്ന് 145 കോടി ജനങ്ങളിൽ നിന്ന് അയാൾ ഉയർന്നു വന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി 10-13 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്ന് അവിടുന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി 3 ടേം തുടർച്ചയായിട്ട് ഭരണത്തിലെത്തി അധികാരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിയുടെ റേഞ്ച് ഒന്ന് മനസ്സിലാക്ക്. അതായത് നിങ്ങളൊക്കെ ഇവിടെ തലകുത്തി നിന്നാൽ ഒരു വാർഡ് മെമ്പറായിട്ട് പോലും ജയിക്കാൻ കഴിയാത്ത ആളുകൾ ആണ് ഇവിടെ ഇരുന്നും കൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ടീമിനും അറിയാം എങ്ങനെയാണ് രാജ്യത്തിന്റെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടതെന്ന്. അതിനാണല്ലോ നമ്മൾ ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തത്. സാധാരണക്കാരായിട്ടുള്ള വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവർ എന്തിനാണ് ഇതൊക്കെ ആലോചിച്ച് തല വഹിക്കുന്നതെന്ന് അറിയില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.